ഇന്നലെ മുതൽ മോഹൻലാൽ ആരാധകർക്ക് വലിയൊരു ആശങ്ക സമ്മാനിച്ചുകൊണ്ടാണ് ചില റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത്. ചില പ്രമുഖ മൂവി അനലിസ്റ്റുകൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ആ ആശങ്ക വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. മുമ്പേ തന്നെ ഒരു ആശങ്കയുണ്ടായി. കാരണം മോഹൻലാലിന്റെ ഏറ്റവും പുതിയ റിലീസായ തുടരും എന്ന ചിത്രം ഇനി വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ചിത്രത്തിന്റെ പ്രൊമോഷൻ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. കാരണം വരാനായി ടീസറും കുറച്ച് മെറ്റീരിയലുകളും സോങ്ങും ഒക്കെ ഉണ്ട് എന്നിരിക്കുമ്പോഴാണ് അതൊന്നും വരാതിരിക്കുകയും ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ റിലീസ് എന്ന് കാണുകയും ചെയ്തപ്പോൾ ചില റിപ്പോർട്ടുകൾ വന്നത്. ചിത്രത്തിന്റെ റിലീസ് തീയതി ചിലപ്പോൾ മാറ്റിവെച്ചേക്കാം എന്ന രീതിയിൽ. എന്നാൽ ഉറപ്പൊന്നുമില്ല ഈ റിപ്പോർട്ടിൽ. അതുതന്നെ അവർ എടുത്തു പറയുന്നുണ്ട്. കാര്യങ്ങൾ ആസൂത്രണം ചെയ്തതുപോലെ നടക്കുകയാണെങ്കിൽ മോഹൻലാലും സംവിധായകൻ തരുൺ മൂർത്തിയും ഒന്നിക്കുന്ന ചിത്രമായ തുടരും എന്ന ചിത്രത്തിന്റെ ടീസർ 2025 ജനുവരി 25 പുറത്തുവരുമെന്നാണ് പറയപ്പെടുന്നത്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ ഈ പ്രൊമോഷൻ പരിപാടികൾ ആശീർവാദ് സിനിമാസിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ സമയത്ത് വെളിപ്പെടുത്തും എന്ന ഒരു റിപ്പോർട്ടുകൾ സജീവമായി തന്നെയുണ്ട്. അന്ന് ചില സർപ്രൈസുകൾ എല്ലാവർക്കുമായി പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ചിത്രത്തിന്റെ റിലീസ് ചിലപ്പോൾ മാറ്റിയേക്കുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. എന്തായാലും പ്രേക്ഷകർ വലിയ ആകാംക്ഷയോടെ ഈ ചെറിയ ചിത്രത്തിന് കാത്തിരിക്കുകയാണ്. മോഹൻലാലും തരുൺ മൂർത്തിയും ഒന്നിക്കുന്ന പ്രോജക്റ്റ് അത്ര വലിയ ആകാംക്ഷയിൽ അവർ കാത്തിരിക്കുമ്പോൾ ഒരു ഫാമിലി ഡ്രാമ എന്ന് പറയപ്പെടുന്ന ചിത്രം 2025 ജനുവരി 30 തിയേറ്ററിലേക്ക് എത്തുമെന്നുള്ള പ്രഖ്യാപനം നേരത്തെ തന്നെ നടത്തിയിരുന്നു. ആ പ്രതീക്ഷയിലും ആ കാത്തിരിപ്പിലുമാണ് പ്രേക്ഷകരുള്ളത്. എന്നിരുന്നാലും ടീമിൽ നിന്നും അപ്ഡേറ്റുകൾ വരാത്തത് കാരണം മലയാള സിനിമാ പ്രേമികൾ വളരെ ആശങ്കാകുലരാണ്. സാങ്കേതിക കാരണങ്ങളാൽ തുടരും എന്ന ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ചെന്നാണ് ഇപ്പോൾ റൂമറുകൾ സൂചിപ്പിക്കുന്നത്. മോഹൻലാൽ നായകനാകുന്ന ചിത്രം 2025 ജനുവരിയിലെ മത്സരത്തിൽ നിന്നും പുറത്തായതായി അവർ പറയുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകൾ ഉറപ്പിക്കാറായിട്ടില്ല എന്നും അവർ പറയുന്നുണ്ട്. ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയാക്കാത്തതിനാലാണ് ഈ ഒരു ഡിലേ വന്നിരിക്കുന്നത് എന്ന രീതിയിൽ പറയുമ്പോൾ ജനുവരി 30 എന്ന ഡേറ്റിലാണ് ചിത്രം ഇറങ്ങാനിരുന്നത്. അതിലേക്ക് മറ്റൊരു ചിത്രം റിലീസ് തീരുമാനിച്ചിരിക്കുന്നു എന്നതും കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തി. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ തുടരും എന്ന ചിത്രം മാറിയേക്കാനുള്ള സാധ്യതയാണ് അവർ പറയുന്നത്. തുടരും ഫെബ്രുവരിയിലേക്ക് മാറ്റിയേക്കും എന്ന രീതിയിലും അതിനുശേഷം റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ബേസിൽ ജോസഫ് നായകനാകുന്ന പൊന്മാൻ എന്ന ചിത്രമാണ് നേരത്തെ തീരുമാനിച്ചിരുന്ന ഡേറ്റിൽ നിന്നും പ്രീപോൺ ചെയ്ത് ജനുവരി 30 എത്തിയിരിക്കുന്നത്. അപ്പോഴാണ് ജനുവരി 30 ഇറങ്ങാനിരുന്ന തുടരും എന്ന ചിത്രത്തിന്റെ റിലീസ് മാറ്റിയേക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പല പ്രമുഖ മൂവി അനലിസ്റ്റുകളും ചർച്ച ചെയ്തതും. വളരെ നാളുകൾക്ക് ശേഷം മോഹൻലാൽ ഒരു സാധാരണ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു കൊച്ചു ചിത്രത്തിൽ എത്തുകയാണ്. അതിനാൽ തന്നെ അങ്ങനെ ഒരു പ്രതീക്ഷ പ്രേക്ഷകർക്കുള്ളപ്പോഴാണ് റിലീസിന്റെ മാറ്റത്തെ സംബന്ധിച്ച റിപ്പോർട്ടുകൾ വരുന്നത്. എന്നിരുന്നാലും ഒന്നും ഉറപ്പിക്കാറായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നതും. എന്നാൽ ചിത്രത്തിന്റെ ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് കാരണമാണ് ചിത്രം ഡിലേ ആകുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നപ്പോൾ അതിനൊരു വ്യക്തത വരുത്തിക്കൊണ്ട് തരുൺ മൂർത്തി തന്നെ പറയുന്ന വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. തുടരും സിനിമയ്ക്ക് യാതൊരു ഫിനാൻഷ്യൽ പ്രശ്നങ്ങളും ഇല്ല. എല്ലാ ബിസിനസ്സുകളും കൃത്യമാണ്. വസ്തുതാവിരുദ്ധമായ പ്രചാരണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്ന് തുടരും പ്രൊഡക്ഷൻ ടീം വ്യക്തമാക്കിയിട്ടുണ്ട്. സഹപ്രവർത്തകന്റെ അപ്രതീക്ഷിത വിയോഗം കാരണം ഉണ്ടായ ചില തടസ്സങ്ങൾ കാരണം ഉണ്ടായ ചില ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ലാസ്റ്റ് സ്റ്റേജിലാണ് എന്നതാണ് നിലവിലെ അപ്ഡേറ്റ് എന്നും അവർ വ്യക്തമാക്കുന്നു. ബിഗ് ബ്രദർ, മരക്കാർ, മോൺസ്റ്റർ, ആറാട്ട്, എലോൺ, ബറോസ് പോലത്തെ സഹിക്കാൻ ആകാത്ത സ്ക്രിപ്റ്റ്, ബോർ റോളും അസഹനീയമായ സംഭാഷണങ്ങളും പാളിയ ഡിറക്ഷനും ആയിരിക്കില്ല തരുണിന്റേത്. അതായത് ഇത് കംപ്ലീറ്റ് തരുൺ സിനിമയാണെങ്കിൽ മാത്രം. മുകളിൽ പറഞ്ഞ സിനിമകളുടെ ഒന്നും എഴുത്തുകാർക്കും സംവിധായകർക്കും മോഹൻലാലിനോട് നീതി പുലർത്താൻ ആയില്ല. ഒന്ന് സ്വയം സംവിധാനം ചെയ്തതുമാണ്. സ്ക്രിപ്റ്റിന്റെ മാറ്റം വരുത്തിയ ആളുകളുടെ പോരായ്മ അതിലുണ്ട്. അസഹനീയ സിനിമകൾ എന്ന തിരിച്ചറിവ് മോഹൻലാലിനും ആന്റണിക്കും ഉണ്ടായില്ല എന്നതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. സോഷ്യൽ മീഡിയയിൽ ഫാൻ എന്ന് പറഞ്ഞ് ചിലരുണ്ട്. തുടരും സംവിധായകനെ തോന്നിയത് പറഞ്ഞുകൊണ്ട് പോസ്റ്റുകളുമായി നടക്കുന്നു. പടത്തിന്റെ പ്രധാനപ്പെട്ട ഒരാളാണ് മുൻപ് മരിച്ചത്. അതിന്റെ ചില പ്രയാസങ്ങൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഉണ്ട്. പിന്നെ തരുൺ ബ്രഹ്മാണ്ഡ പടമൊന്നുമല്ല എടുക്കുന്നത് എന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പതിയെ കഥ പറയുന്ന രീതിയാണ്. അതിപ്പോൾ മനസ്സിലാക്കിയാൽ നല്ലതാണ്. കൃത്യമായ സമയത്ത് അപ്ഡേറ്റ് തരുൺ തരും. റിലീസ് തീരുമാനിക്കുന്നത് തരുൺ മാത്രമല്ല. ഓവർ പ്രതീക്ഷയുമായി ആരും സിനിമയെ കണ്ടിട്ട് കാര്യമില്ല. ഇതൊരു നോർമൽ പടമെന്ന് സംവിധാനം തന്നെ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു സിനിമയായി കാണാൻ സാധിക്കും എന്ന പ്രതീക്ഷയും അയാൾ നൽകിയിട്ടുണ്ട്. കുറച്ചു കാലമായുള്ള നിരീക്ഷണത്തിൽ കംപ്ലീറ്റ് തരുണിന്റെ സിനിമയാണെങ്കിൽ ഇത് നന്നാകും. തുടരും നല്ലൊരു സിനിമയാകും. ഈ വാക്കുകളൊക്കെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരും എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റും വരാത്തതിനാൽ സംവിധായകനോട് നിരന്തരം ചോദ്യങ്ങളുമായി എത്തുന്ന ചില പ്രേക്ഷകർ ഇങ്ങനെ കുറിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ. അവരുടെ ഒരു പ്രതീക്ഷ തുടരും എന്ന സിനിമയിലാണ് എന്നതുകൊണ്ട് തന്നെയാണ് അവരുടെ ഈ വാക്കുകളും എത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും കൂടുതൽ ബഹളങ്ങളൊന്നും ഉണ്ടാക്കാതെ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തും. എന്തിനാണ് ഇത്ര വലിയ ഒരു ബഹളം ഉണ്ടാക്കുന്നത്? ഒരു സാധാരണ ചിത്രമാണ്, ഒരു ചെറിയ ചിത്രമാണ്. മോഹൻലാലിനെ വ്യത്യസ്തമായ ഒരു രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. അത് നമ്മുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്യും. ഇത്രയും ധൃതി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെല്ലാം കാണാൻ കാത്തിരിക്കുകയല്ലേ. അത് തിയേറ്ററിൽ വരുമ്പോൾ കണ്ട് ആസ്വദിക്കുക. കൂടുതൽ പ്രതീക്ഷകളും വെക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. എന്നിരുന്നാലും എന്തെങ്കിലും വ്യത്യാസങ്ങളോ അപ്ഡേറ്റുകളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യലായി തന്നെ അവർ അറിയിക്കും. അതിനുവേണ്ടിയും നമ്മൾ വെയിറ്റ് ചെയ്യുക.